ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക പ്രഭാഷകരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ അല്ല. ഇസ്ലാം മത അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അത് ഖുർആനും ഹദീസുമാണ്. ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയുമാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ ഈ മതം എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ, നമ്മളെ ഉപദേശിക്കുന്നതെങ്കിൽ ഒക്കെ അത് നമുക്ക് അംഗീകരിക്കാം. എന്നാൽ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞില്ലേ, ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, എളിയാവൂര് പറഞ്ഞില്ലേ, ഓണക്കൂറ് പറഞ്ഞില്ലേ, ഇതൊന്നും ഒരു കാരണമേ അല്ല. ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു വിഷയം മാനദണ്ഡമാകണമെങ്കിൽ അത് പ്രാമാണികമായിരിക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പ്രബലമായ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഖുർആനാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹദീസുകളാണ്. 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. ഈ ഇമാം ബുഖാരി 16 വർഷം കൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ 6 ലക്ഷം ഹദീസുകൾ 16 വർഷം കൊണ്ട് ക്രോഡീകരിച്ചത്, എഴുതിയത്. അപ്പോ അദ്ദേഹം അറബി ഭാഷാ പണ്ഡിതനൊന്നുമല്ല. 2 വർഷം മക്കയിൽ പോയി, 3 വർഷം മദീനയിൽ, അങ്ങനെ ആണ്. ഒരു ഏതാനും വർഷങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അദ്ദേഹം. അപ്പൊ നബി അദ്ദേഹം കണ്ടിട്ടില്ല. പ്രവാചകൻ പറഞ്ഞത് എന്താണ് എന്ന് അദ്ദേഹം കേട്ടിട്ടില്ല. പ്രവാചകൻ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ, അതായത് പ്രവാചകൻ മരണപ്പെട്ട് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇമാം ബുഖാരി മക്കയിലും മദീനയിലും ഒക്കെ എത്തുന്നത് തന്നെ. അങ്ങനെ പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും അനുവാദം നൽകിയതും ഒക്കെയായ കാര്യങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, പഠിക്കുന്നു. അവർ പറയുന്നു അവരുടെ വാപ്പയിൽ നിന്ന് അപ്പോഴേക്കും അവരുടെ വാപ്പയിലേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ അമ്മാവനിലേക്ക്, അപ്പൊ അങ്ങനെ പോകുന്നു. ഇതൊക്കെയാണ് കേട്ടുകേൾവി. ശരിക്ക് സ്വഹീഹുൽ ബുഖാരിയുടെ ബേസിക് ആമുഖം അത് വായിച്ചു കഴിഞ്ഞാൽ ഒരാളും ഇത് വിശ്വസിക്കില്ല. ഒന്ന്. പിന്നെ നമ്മൾ പലപ്പോഴും നിരൂപണാത്മകമായി, വിമർശനാത്മകമായി, പ്രതികരണാത്മകമായിട്ടൊക്കെ ഈ ഗ്രന്ഥത്തെ എടുത്തുദ്ധരിക്കുന്നത് ഇത് വിശ്വാസയോഗ്യമാണ് എന്ന് പറയുന്നവരോടാണ്. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇമാം സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഒരു ഹദീസ് എങ്കിലും ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴിതാ എം അക്ബർ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഇട്ടതാണെന്ന് തോന്നുന്നു. ടൈറ്റിൽ ഇതാണ്: ഇമാം ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ എന്നാണ് ചോദ്യം. ഞങ്ങളും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഇമാം ബുഖാരി പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറയുന്നവരോടായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഇനി എം അക്ബർ തിരിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നബി കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന ഹദീസ് കിട്ടിയപ്പോൾ എം അക്ബറും കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി പെണ്ണ് പിടിക്കുന്ന ഹദീസ് കിട്ടുമ്പോൾ എന്താണെങ്കിലും വരും. അതുപോലെയുള്ള സമാനമായിട്ടുള്ള ധാരാളം ഹദീസുകളുണ്ട്, നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ? ഇമാം ബുഖാരിക്ക് എന്താ കൊമ്പുണ്ടോ? അയാൾക്കെന്താ തെറ്റുപറ്റിക്കൂടെ? നബിയുടെ പേരിൽ അയാൾ എഴുതി വെച്ച പലതും ശരിയല്ലെന്ന് ബുഖാരിയിലെ ഹദീസുകൾ വായിക്കുന്ന ആർക്കും മനസ്സിലാകും. ബുഖാരി എഴുതി വെച്ച യുക്തിക്ക് നിരക്കാത്ത ഹദീസുകൾ നിഷേധിക്കുമ്പോൾ നിങ്ങൾക്കെന്തിനാണ് ഹാലിളകുന്നത്? ബുഖാരി എന്താ മഅസൂമാണ്? ഒരു ഭക്തന്റേതാണ് ചോദ്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചതെല്ലാം ചോദ്യം ചെയ്യാതെ അന്ധമായി സ്വീകരിക്കണമെന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ആരൊക്കെയോ പറയുന്നുണ്ടെന്നാണ് ചോദ്യകർത്താവിന്റെ ധാരണ. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറും ഊഹമാണത്. ഹിജറ 196 ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലുള്ള ബുഖാറയിൽ പറഞ്ഞത് കേട്ടല്ലോ. ചോദ്യകർത്താവിന്റെ ധാരണ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമെല്ലാം ചോദ്യം ചെയ്യാതെ അന്ധമായി സ്വീകരിക്കാൻ ബുഖാരി എന്താ മഅസൂമാണ്? ഒരു ഭക്തന്റേതാണ് ചോദ്യം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചതെല്ലാം ചോദ്യം ചെയ്യാതെ അന്ധമായി സ്വീകരിക്കണമെന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ആരൊക്കെയോ പറയുന്നുണ്ടെന്നാണ് ചോദ്യകർത്താവിന്റെ ധാരണ. മുസ്ലിങ്ങളിൽപ്പെട്ട ആരൊക്കെയോ പറയുന്നുണ്ട് എന്നാണ് ചോദ്യകർത്താവിന്റെ ധാരണ. ഇത് കേട്ടല്ലോ. മറ്റൊരു മുജാഹിദ് വിഭാഗത്തിന്റെ പണ്ഡിതനാണ് അബ്ദുൽ ലത്തീഫ് കരിമ്പിലക്കൽ. അദ്ദേഹത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം. നമ്മൾ ഉൾക്കൊണ്ടത് ഇമാം ബുഖാരിക്ക് അബദ്ധം പറ്റുന്ന മനസ്സിലാക്കണോ, അതല്ല റസൂലുള്ളാഹിക്ക് അബദ്ധം പറ്റുന്ന മനസ്സിലാക്കണോ? പിന്നെ അപ്പൊ ഇമാം ബുഖാരിയിൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ട്. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മനുഷ്യൻ പറയാം, ഞാന് ജാഹിലിയ കാലത്ത് ഒരു ദിവസം നടന്നു വരുമ്പോ
കുറെ കുരങ്ങന്മാർ കൂടിയിട്ട് വേറൊരു കുരങ്ങനെ ഇങ്ങനെ എറിയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കുരങ്ങന്മാരോട് ചോദിച്ചു, ഇവരെന്തിനാ നിങ്ങൾ എറിഞ്ഞതെന്ന്. കുരങ്ങന്മാർ മറുപടി എന്താ, ഈ കുരങ്ങ് വ്യഭിചരിച്ചിട്ടുണ്ട്, അപ്പൊ എറിഞ്ഞു കൊല്ലാണ്. അപ്പൊ ഞാനതിന് കൂടി ഞാനും എറിഞ്ഞു. ഇതിൽ ഒന്നാമത്തെ അബദ്ധം എന്താ, കുരങ്ങിനോട് എങ്ങനെ മനുഷ്യൻ സംസാരിക്കോ? കുരങ്ങന്റെ ഭാഷ മനുഷ്യൻ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ കുറിച്ചിട്ടാണ് അബ്ദുൽ ലത്തീഫ് കരിമ്പിലക്കൽ സംസാരിക്കുന്നത്. അപ്പോ ആദ്യം എം അക്ബർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ, കൂട്ടി വായിക്കണം. അതായത് അതിനകത്ത് തെറ്റ് പറ്റാവുന്ന ഒന്നുമില്ലെന്ന ആരൊക്കെയോ മുസ്ലിങ്ങളിൽപ്പെട്ടവർ പറയുന്നു എന്നാ പണ്ഡിതന്മാരാ പറയുന്നത്, മുസ്ലിം സംഘടനാ നേതാക്കളാണ് പറയുന്നത്. മനുഷ്യന്റെ ഭാഷ കുരങ്ങനെ തിരിയെങ്കിലല്ലേ സംസാരം നടക്കുള്ളൂ. ഒന്ന്. രണ്ട്, വ്യഭിചാരിക്കുള്ള ശിക്ഷ വിധിക്കുന്ന അപ്പോഴാ റസൂലുള്ളാഹിന്റെ കാലത്താ, ഇതെന്നാണ് ജാഹിലിയ കാലത്ത്. മൂന്ന്, ആ ശിക്ഷ തന്നെ വിധിച്ച ആർക്കാ, മനുഷ്യന്മാർക്കാണോ മൃഗങ്ങൾക്കാണോ? മനുഷ്യന്മാർക്ക്. ഇതേതാ മൃഗം? ഇമാം ബുഖാരി ഉദ്ധരിച്ചതാ. തീർന്നില്ല. ഇസ്രാ മീറാജ് സംഭവം, പിന്നെ ഇസ്രാ ഖുർആനിലുണ്ടല്ലോ, മീറാജ് ഹദീസിലുള്ളൂ, ഹദീസിൽ പ്രത്യേകം പറയേണ്ടത്. എന്നാൽ ഇസ്രാ മീറാജ് സംഭവത്തെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ ഹദീസിൽ രേഖപ്പെടുത്തി എന്താ അറിയോ, ഖബ്ല അൻ യൂഹാ ഇലൈഹി, റസൂലുള്ളാഹിക്ക് വഹയി കിട്ടുന്ന മുമ്പാണ് ഇസ്രാവും മീറാജും ഉണ്ടായത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാ. റസൂലാകുന്ന മുമ്പ് മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതുകൊണ്ടാണല്ലോ ദൈവിക വെളിപാട് ലഭിക്കുന്നത്. അപ്പൊ പ്രവാചകനായിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കുന്നതിന് മുമ്പാണത്രേ 7 ആകാശത്തിനപ്പുറത്തൊക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് കയറിയിട്ട് പോയില്ലേ. തീർന്നില്ല. ഇമാം ഇബ്നു ഹജർ അസ്കാരി തന്നെ വിമർശിച്ചിരിക്കുന്ന ഹദീസിന്റെ ഇമാം ബുഖാരിയില് എന്താ അറിയോ, നരകത്ത് കിടക്കുന്ന അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്. ബുഖാരിയിലുള്ളതാ, തഹ്ലീഖൊന്നല്ല, ഹദീസാണ്. മറ്റവർക്കൊക്കെ കള്ള് കിട്ടുമ്പോ അബൂജഹലിന് കൂൾ ഡ്രിങ്ക്സ് എങ്കിലും കിട്ടണ്ടേ? അബൂലഹബിന് നരകത്തിൽ കിടക്കുമ്പോഴും തിങ്കളാഴ്ചകളിൽ വെള്ളം കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ അസ്കാരി ആ ഹദീസ് തള്ളി വിമർശിച്ചു. കാരണം പറഞ്ഞെന്താ, ഖുർആനിലെ ഇന്ന ആയത്തുകൾക്കെതിരാണ്. നമുക്കറിയാലത്, അബൂലഹബിന്റെ ഒരു കർമ്മവും ഒരു വിഭാഗം ആൾക്കാർ അത് കണ്ണടച്ച് അംഗീകരിക്കണമെന്ന് പറയുന്നു, ഇങ്ങേറ്റ എം അക്ബർ അടക്കം. മറുവിഭാഗം ചോദിക്കുന്ന ക്രോസുകളാണ് ഇതൊക്കെ. കാരണം എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ പറ്റുന്നത്? മനസ്സിലായില്ലേ? ആദ്യവും അവന് പരലോകത്ത് ഉപകരിക്കില്ല എന്ന് ഖുർആന്റെ നസ്സ. അതിനെതിരാണ് ഇമാം ബുഖാരിയുടെ ഹദീസിനുള്ളത്. എങ്കിൽ ഇമാം ബുഖാരി ഖുർആനിനും എതിരായിട്ടാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് സമർത്ഥിക്കാനാണ് കരിമ്പിലാക്കൽ ശ്രമിക്കുന്നത്. ബുഖാരി മനുഷ്യനാണ്, പോരായ്മകളും അബദ്ധങ്ങളും സംഭവിക്കും എന്ന് വിശ്വസിക്കണോ, അതല്ല റസൂലുള്ളാഹിക്ക് അബദ്ധം പറ്റുമെന്ന് വിശ്വസിക്കണോ? എങ്ങനെയുണ്ട്? എം അക്ബർ പറഞ്ഞത് പ്രവാചകൻ അല്ല, ഇമാം ബുഖാരി മഅ്സൂമാണോ, അദ്ദേഹത്തിന് തെറ്റ് സംഭവിക്കില്ലേ? അങ്ങനെയാണ് ചോദ്യം. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തില. ബാക്കി നമുക്ക് കേൾക്കാം. ഇദ്ദേഹം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒറ്റ സംഭവം കൂടി പറയട്ടെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും പോണം, എനിക്കും പോണം. എന്താ ചരിത്രത്തിൽ പറയുന്നത്? റസൂലുള്ളാഹിക്ക് സീർ ബാധിച്ചു എന്ന സംഭവം ഉദ്ധരിക്കപ്പെടുന്നത് ഹുദൈബിയ സന്ധി കഴിഞ്ഞു വന്ന ഉടനെയാണെന്ന. എത്ര കാലം ഉണ്ടായി? പ്രശ്നം 6 മാസത്തോളം ഉണ്ടായി. എന്നാൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് വന്നിരിക്കുന്ന റസൂലുള്ളാഹ് നേരെ പോയത് ഖൈബറിലേക്കാണ്. ഖൈബർ യുദ്ധം അപ്പോഴാണ് നടക്കുന്നത്. ഇപ്പൊ സന്ധി ഖൈബർ ഓർമ്മയില്ലേ? ാണ്, ജൂതന്മാരോടല്ല. ഖൈബർ യുദ്ധം ജൂതന്മാരോടാണ്. ആ യുദ്ധത്തിൽ റസൂൽ പങ്കെടുത്തു മാത്രമല്ല, ഖൈബറിലെ ശത്രുപക്ഷത്തുള്ള രാജാവ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൾ ബന്ധിതയായി പിടിക്കപ്പെടുകയും ചെയ്തു. അന്നൊരു സംസ്കാരം ഉണ്ടെന്നറിയോ, ശത്രുപക്ഷത്തുള്ള രാജാക്കന്മാരോ മന്ത്രിമാരോ കൊല്ലപ്പെട്ടാലും അവരുടെ മക്കളെ ബന്ദികളായി പിടിക്കാൻ പാടില്ല, ഇവര് തന്നെയാണ് അവരാദരിക്കണം. ആദരിക്കുന്നതിന്റെ ഭാഗമായി റസൂൽ എന്ത് ചെയ്തു? ഒരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടെയുള്ള ആണുങ്ങളെയൊക്കെ കൊലപ്പെടുത്തി അവരുടെ ഭാര്യമാരെ പിടിച്ചു ബന്ധിയാക്കി കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അവരെ ബന്ധിയാക്കി കൊണ്ടുവന്നു. ഇവരെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അറകൂടി അടിമപ്പെണ്ണുമായിട്ട് വിവാഹം വേണ്ട, മറ്റതൊക്കെ അനുവദനീയമാണ്. രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു. ആ മകളാണ് നമ്മുടെ ഉമ്മ സഫിയ റളിയല്ലാഹു അൻഹ. ചരിത്രം എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി ഹുദൈബിയ സന്ധി കഴിഞ്ഞ് വന്നിട്ട് യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോ വിവാഹം കഴിച്ച് മധുവിധ ആഘോഷിക്കാണെന്ന്. ഇവര് പറഞ്ഞതോ ഏത് ഭാര്യത്തേക്ക് പോയി എന്നറിയാതെ ചെയ്യാത്ത കാര്യം ചെയ്ത പോലെ തോന്നിയിട്ട് അന്തല്ലാതെ നടക്കുകയാണ്. ഏതാ വിശ്വസിക്കേണ്ടത്? ഏതാ അംഗീകരിക്കേണ്ടത്?
അതാ ഞാൻ പറഞ്ഞത്, ഈ സിഹിറിൽ കൈ വച്ചവർക്ക് മുഴുവനും പൊള്ളിയിട്ടുണ്ട്, പൊള്ളിയുള്ളൂ. റസൂൽ പറഞ്ഞ വാചകം ആവർത്തിച്ച് മനസ്സിലാക്കുക. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പോകൂല. അല്ല പറഞ്ഞത്, അള്ളാഹ് റസൂലിനെ കുറിച്ച് വാദിക്കുന്ന ആള് അക്രമിയാണ്, വടിവഴച്ചവനാണ്, ഒരിക്കലും നന്നാവാത്തവനാണ്. അതായത് മരണം ബാധിക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞു. പ്രവാചകന്റെ ഹദീസുകളിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലൂടെ പ്രവാചകന് 6 മാസക്കാലം സിഹിർ ബാധിച്ചു എന്നാണ്. ഇനി നമുക്ക് ഇമാം അക്ബറിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഊഹമാണത്. ഹിജറ 196 ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലുള്ള ബുഖാറയിൽ ജനിക്കുകയും 256 മരണപ്പെടുകയും ചെയ്ത ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തെറ്റുപറ്റാത്തയാളാണെന്ന് അഹ്ലുസുന്നയിൽപ്പെട്ട വിഭാഗങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും രൂപത്തിലുള്ള അമാനുഷിക സിദ്ധിയോ അബദ്ധങ്ങൾ സംഭവിക്കാത്ത രീതിയിലുള്ള പാപ സുരക്ഷിതത്വമോ ഉള്ളതായി മുസ്ലിങ്ങളൊന്നും കരുതുന്നുമില്ല. ഇമാം ബുഖാരിയുടെ ഒരുപാട് അമാനുഷികതകള് ഈ സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ കാണാം. ഒരുപാട് അദ്ദേഹം അമ്പെയ്ത്തുകാരനായിരുന്നു. അമ്പെയ്ത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ പാലം പൊട്ടിപ്പോയി. പിന്നെ അദ്ദേഹം അങ്ങനെ നടന്നു പോയ സമയത്ത് അദ്ദേഹം നടന്നു പോകുന്ന വഴികളിലൊക്കെ സ്വർണവും പവിഴവും വജ്രവും ഒക്കെ അന്ന് പട്ടിണി കിടന്ന മനുഷ്യന്മാരാണ് വിതറാറുണ്ടായിരുന്നു. അതുപോലെ ഒരു ഇരിപ്പിൽ തന്നെ എല്ലാം ഹൃദയസ്ഥമാക്കാനുള്ള, അതൊക്കെ അമാനുഷികത തന്നെയാണ്. അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ 200ഓളം ആൾക്കാരുടെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, ആ ഹദീസ് നിവേദകർ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ തന്തമാരുടെ ബയോളജിക്കൽ ഹിസ്റ്ററി, ജനിച്ചത്, മരിച്ചത്, ജീവിച്ചിരുന്നത് എല്ലാം അടക്കം പറയാൻ കഴിയും. അങ്ങനെ ഒരുപാട് അമാനുഷികതകള് സ്വഹീഹുൽ ബുഖാരിയുടെ ആമുഖത്തിൽ തന്നെയുണ്ട്. അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇമാം അക്ബറി സംസാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാകുന്നത്? ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് സമാഹർത്താക്കൾക്കെല്ലാം നബിജീവിതത്തിലെ സംഭവങ്ങളെ നിവേദനം ചെയ്യുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നും അതിനാൽ അവർ ക്രോഡീകരിച്ച ഹദീസുകൾ വിശ്വാസയോഗ്യമല്ലെന്നും അവയെ പ്രമാണങ്ങളായി കരുതാൻ നിർവാഹമില്ലെന്നും വരുത്തുന്നതിന് വേണ്ടി ഉള്ളതാണ് ഈ ചോദ്യം. ഹദീസ് സമാഹർത്താക്കൾക്ക് തെറ്റുപറ്റാമെങ്കിൽ അവർ ക്രോഡീകരിച്ച ഹദീസുകളെ എങ്ങനെ വിശ്വസിക്കുമെന്ന നിഷ്കളങ്കമെന്ന് കരുതാവുന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്നവർ അവസാനം എത്തിച്ചേരുക തെറ്റുപറ്റാവുന്നവർ ക്രോഡീകരിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് യാതൊരു അടിത്തറയുമില്ല എന്ന തീർപ്പിലാണ്. ഈ ചോദ്യം ഉന്നയിക്കുന്നവരിൽ ചിലർ നിർവഹിക്കുന്ന നമസ്കാരവും നോമ്പും സക്കാത്തും ഉംറയും ഹജ്ജുമെല്ലാം ഊഹങ്ങളുടെ മാത്രം അടിത്തറയിലുള്ള കർമ്മങ്ങളാണെന്ന തീർപ്പ് ദൈവിക വഴിപാടുകളാൽ സ്ഥാപിക്കപ്പെട്ട നിലനിൽക്കുന്ന ഒരേ ഒരു കർമ്മശാസ്ത്രമായ ഇസ്ലാമിക ഫിഖ്ഹിനെ തകർത്താൽ ഇസ്ലാമിനെ തന്നെ തകർക്കാമെന്ന് കരുതുന്നവരുടെ കൈകളിലെ പാവകളായിത്തീരുകയാണ്. തങ്ങളറിയാതെയാണ് പല പാപങ്ങളും ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കട്ടെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്കോ മറ്റേതെങ്കിലും ഹദീസ് പണ്ഡിതന്മാർക്കോ തെറ്റുപറ്റുകയില്ല എന്നൊരു വാദം അഹ്ലുസുന്നയിൽപ്പെട്ട ആർക്കും തന്നെ ഇല്ല. കേട്ടല്ലോ നമ്മൾ ഇനിയും മറ്റൊന്നുകൂടി കേൾക്കണം. ഇവർക്കിടയിൽ തന്നെ ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഇവർക്കിടയിലാണല്ലോ ഒരു എന്താണ് സംഭവം എന്ന് പറയേണ്ടത് ഇവരാണ്. പക്ഷെ ഇവരതൊട്ട് പറയുന്നുമില്ല. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മാസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. പടച്ചോനോട് ഒന്ന് പക്വതയോട് പഠിക്കുക. എന്തെങ്കിലും മരിച്ചു പോകുമ്പോ ഇതൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു ഹദീസ് നിഷേധിച്ചാൽ പോലും ഇസ്ലാം ഒന്ന് പുറത്തുവിട്ടായിരിക്കും നമ്മൾ മരിക്കുക. അതിന് ഞങ്ങൾക്ക് ചെലവ് വേറെ ധരിച്ചുതരാം. ഒറ്റ ഹദീസ് സഹിയായത് നിഷേധിച്ചാൽ, നബിയുടെ ഒരു സുന്നത്ത് നിഷേധിച്ചാൽ തന്നെ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. ഇത് ഞാൻ പറഞ്ഞല്ല, നബി എന്നെ പറഞ്ഞു. ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാലും പറയുന്നത് സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മാസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. പടച്ചോനോട് ഒന്ന് പക്വതയോടുകൂടി പഠിക്കുക. എന്തെങ്കിലും മരിച്ചു പോകുമ്പോ ഇതൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു ഹദീസ് നിഷേധിച്ചാൽ പോലും ഇസ്ലാം ഒന്ന് പുറത്തുവിട്ടായിരിക്കും നമ്മൾ മരിക്കുക. അതിന് ഞങ്ങൾക്ക് ചെലവ് വേറെ ധരിച്ചുതരാം. ഒറ്റ ഹദീസ് സഹിയായത് നിഷേധിച്ചാൽ, നബിയുടെ ഒരു സുന്നത്ത് നിഷേധിച്ചാൽ തന്നെ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. ഇത് ഞാൻ പറഞ്ഞല്ല, നബി എന്നെ പറഞ്ഞു. നമ്മുടെ എം എം അക്ബർ
ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. സ്വഹീഹുൽ ബുഖാരി അംഗീകരിച്ചാൽ അദ്ദേഹത്തിന് അതിനകത്തുള്ള മുഴുവൻ ഹദീസുകളും ശരിയാണെന്ന് അംഗീകരിക്കേണ്ടി വരും. തള്ളിയാലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ എന്ത് ചെയ്യണം? നയതന്ത്രപരമായിട്ടൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഇമാം ബുഖാരിക്ക് തെറ്റുപറ്റില്ല എന്ന് നമുക്കാർക്കും അഭിപ്രായവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഉണ്ട്. എന്താണ് പറയണമെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു നിശ്ചയമില്ല. എന്നാൽ നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിപ്പിലാക്കൽ പറയുന്നത് ഹദീസുകളിൽ ഒരുപാട് വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങളുണ്ട്, ഖുർആനിനെതിരുണ്ട് എന്നാണ് അബ്ദുൽ ലത്തീഫ് കരിപ്പിലാക്കൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ മറ്റവര് പറയുന്നതോ, ഇപ്പൊ പറഞ്ഞ സക്കരിയ സലാഹി എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് ജിന്നിന്റെ ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ജിന്നിനെതിരാണെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത് എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഒരുപാട് തെറ്റു പറ്റാം. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നവോത്ഥാന പ്രതിഭകളാണ് ഇവരൊക്കെ. ഇവർക്ക് തന്നെ ശരിയായി എന്താണ് ഈ ദീൻ, ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഒരു ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയണം എന്ന് ഇനിയും തിരിഞ്ഞിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം. നന്ദി.